സ്നേഹം അതൊരു വാക്കല്ല, അതൊരു അനുഭവമാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ അനുഭവം സ്പർശിച്ചിട്ടുണ്ടാകും. പക്ഷേ ഒരു ചോദ്യം, സ്നേഹം വേദനകൾ കഴുകിക്കളയുന്ന ഒരു നദിയാണോ? ഉത്തരം അതെ. പക്ഷേ അതെങ്ങനെയാണ് എന്ന് നമുക്ക് അല്പം ആഴത്തിൽ നോക്കാം. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നമ്മൾ എല്ലാവരും വേദനകൾ അനുഭവിക്കുന്നു. ചിലപ്പോൾ അടുത്തുള്ളവരിൽ നിന്നുള്ള നിരാശ, ചിലപ്പോൾ നഷ്ടങ്ങൾ, ചിലപ്പോൾ ഒറ്റപ്പെട്ടതിൻ്റെ ബുദ്ധിമുട്ട്. ആ വേദനകൾ നമ്മളെ അകത്തുനിന്നും തകർക്കും. മനസ്സ് കട്ട പിടിച്ചു പോകും. അപ്പോഴാണ് സ്നേഹത്തിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുന്നത്. സ്നേഹം ഒരു നദി പോലെയാണ്. ഒരു നദി എങ്ങനെയാണ് മലമുകളിൽ നിന്ന് ആരംഭിച്ച് വഴിയിലുണ്ടാകുന്ന കല്ലും മണ്ണും കടന്ന് ശാന്തമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്? അതുപോലെയാണ് സ്നേഹവും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മൾ അനുഭവിച്ച വേദനകളെ നിശബ്ദമായി കഴുകിക്കളയാൻ തുടങ്ങും. ഒരു കുഞ്ഞിനെ നോക്കൂ. ആ കുഞ്ഞ് കരയുമ്പോൾ അമ്മ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിമിഷങ്ങൾക്കുള്ളിൽ നിർത്തും. എന്താണ് അവിടെ സംബന്ധിച്ചത്? അത് മരുന്നല്ല, അത് സ്നേഹമാണ്. ഒരു ചേർത്തുപിടുത്തം, ഒരു കരുതൽ, ഒരു സ്നേഹപരമായിട്ടുള്ള ഒരു നോട്ടം. അതാണ് ആ വേദനയെ അകറ്റിയത്. സ്നേഹം നമ്മെ മാറി ചിന്തിപ്പിക്കുന്നു. നമ്മളിൽ അടങ്ങിയിട്ടുള്ള കോപം, വിഷമം, നിരാശ ഇതെല്ലാം സ്നേഹത്തിൽ അലിഞ്ഞു മാറാൻ സഹായിക്കും. ഒരാളോട് നമുക്ക് സ്നേഹം തോന്നുമ്പോൾ അവൻ്റെ തെറ്റുകൾ പോലും നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നു. അതാണ് സ്നേഹത്തിൻ്റെ ശക്തി. പക്ഷേ ഇവിടെ ഒരു സത്യം കൂടി പറയണം. സ്നേഹം ശരിയായ രീതിയിൽ ലഭിക്കുമ്പോഴും നാം അത് മനസ്സിലാക്കുമ്പോഴും മാത്രമേ അത് നദി പോലെ പ്രവർത്തിക്കൂ. ചിലപ്പോൾ തെറ്റായ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹം കൂടുതൽ നമ്മളെ വേദനിപ്പിക്കും. അപ്പോൾ അത് നദിയല്ല, പ്രളയമാകും. അതുകൊണ്ട് സ്നേഹം ശരിയായ ഇടത്ത് നിക്ഷേപിക്കണം. സുഹൃത്തുക്കളെ, സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതല്ല. നമ്മൾ നമ്മളെ സ്നേഹിക്കണം. നമ്മൾ നമ്മളെ അംഗീകരിക്കണം. ഞാൻ മതി എന്ന് പറയാൻ പഠിക്കണം. ആ സ്വയം സ്നേഹം തന്നെ വലിയൊരു നദിയാണ്. അത് നമ്മുടെ ഉള്ളിലെ വേദനകളെ കഴുകിക്കളയാൻ തുടങ്ങും. മറ്റുള്ളവർക്കും സഹായം അഥവാ സ്നേഹം കൊടുക്കണം. ഒരു നല്ല വാക്ക്, ഒരു ചെറിയ സഹായം, ഒരു ചെറിയ പുഞ്ചിരി, ഇതൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വേദന നിങ്ങൾ കഴുകിക്കളയുന്ന ഒരു നദിയാക്കാം. അവസാനമായി പറയാനുള്ളത് ഇതാണ്. സ്നേഹം ഒരു അത്ഭുതമാണ്. അത് കാണാൻ കഴിയില്ല, പക്ഷെ അനുഭവിക്കാൻ കഴിയും. അത് കേൾക്കാൻ കഴിയില്ല, പക്ഷെ ഹൃദയത്തിൽ അനുഭവിക്കാം. സ്നേഹം സത്യമായാൽ അത് തീർച്ചയായും ഒരു നദിയിലെ വേദനകളെ കഴുകിക്കളയും. അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും സ്നേഹം നഷ്ടപ്പെടുത്തരുത്. സ്നേഹിക്കൂ, സ്നേഹിക്കപ്പെടൂ. അപ്പോൾ എല്ലാ വേദനയും മാറും. അപ്പോൾ നിങ്ങൾ കാണും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വേദനകളും ഒഴുകിപ്പോകുന്നത്.